നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹരോഹപരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല് റൂൾസോ റെസ്ട്രിക്ഷൻസോ ഏതും ഇല്ലാതെ വരാഹി അമ്മനിക്ക് എങ്ങനെ നമുക്ക് പൂജ ചെയ്യാം എന്നുള്ളത്. ഒരു കെട്ടുപാടും ഇല്ലാതെ നമ്മൾ മനസ്സിൽ കരുതിയാൽ അപ്പോ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട് മുറ. ഇത് വന്നിട്ട് എങ്ങനെ വെച്ചാല് നിങ്ങൾ ഒരു മുഖ്യമായിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ കരുതിയിട്ട് വെളിയിൽ പോവുകയാണ്. അത് നല്ലപടിയാ നടക്കണം, നമുക്കത് കൈ കൊടുക്കണം, നമുക്ക് അനുകൂലമായിട്ട് അവിടെ നിന്നൊരു റിപ്ലൈ വരണം. അങ്ങനെ കരുതുന്നവര് ഈ വിഷയം നിങ്ങൾക്ക് ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ കാര്യത്തെ സിദ്ധിച്ചു തരും. ദാറ്റ് മീൻസ് കാര്യസിദ്ധി നേടിത്തരും. കാരണം ഇത് വന്നിട്ട് വരാഹിയമ്മനോടെ കാര്യസിദ്ധി നേടിത്തരുന്ന ശക്തിയായ ഒരു വാക്യം. ഈ വാക്ക് ഈ വാർത്തയെ നിങ്ങൾ ചൊല്ലിയിട്ട് പോയാലേ മതി. നിങ്ങൾ പോകുന്ന കാര്യം അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിക്ക് തന്നെ വന്ന് ഭവിക്കും. അത് എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾക്ക് നടന്നു കിട്ടും. യാതൊരു തരത്തിലുള്ള റൂൾസും ഇല്ല. എപ്പോ വേണാലും നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ഇടത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഏത് ഇടത്തിലായാലും അത് നിങ്ങൾക്ക് നടത്തി കാണിച്ചു തരും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം. സോ നിങ്ങൾ വന്നിട്ട് വരാഹി അമ്മനോട് കോവിലിൽ പോയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അതുമല്ല വീട്ടിൽ നിങ്ങളെ പൂജ അറയിലും ചെയ്യാവുന്നതാണ്. വെളിയിൽ നിങ്ങൾ പോകുന്നതിന് മുന്നേ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ആ കാര്യം നടക്കണമെന്ന് അമ്മനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഇത് ചെയ്തിട്ട് പോകാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ആൻസർ കിട്ടും. അതായത് ഒരു 5 നിമിഷം 5 മിനിറ്റ്സ് നിങ്ങൾ വരാഹിയമ്മനക്ക് മുന്നേ ഈ വാർത്തയെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്നിട്ട് കണ്ണു മൂടി ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ഈ വാർത്ത പറഞ്ഞിട്ട് പോകാവുന്നതാണ്. മനസ്സിലും പറയാം, ഉറക്കെയും പറയാം. ഇപ്പൊ നിങ്ങൾ ഇത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് എന്താ നടക്കേണ്ടത് ആ കാര്യത്തിന് നിങ്ങൾ പോകുമ്പോൾ അത് വന്നിട്ട് പോസിറ്റീവായിട്ട് ലഭിക്കും. അങ്ങനെ ഒരു ചില വിഷയങ്ങൾ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. എന്റെ ഗുരുജി എനിക്ക് പകർന്നു തരുന്നത് ഞാൻ നിങ്ങൾക്ക് പതിവിലൂടെ തരുന്നു. അതിൽ വന്നിട്ട് ഒത്തിരി പേർക്ക് പോസിറ്റീവായിട്ടുള്ള അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ആദ്യം മുതലേ നമ്മുടെ പതിവായിട്ട് ഇട്ട വീഡിയോസ് എല്ലാം ഒത്തിരി പേര് ഇപ്പോഴും ഫോളോ ചെയ്ത് അതിൽ നിന്നും ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്. ആരംഭത്തിലെ പല വീഡിയോയിലും ഞാൻ ചെയ്ത് കാണിച്ച മെത്തേഡ്സ് ഇന്നും യൂസ് ചെയ്ത് അവരത് അതുവേ കണ്ടിന്യൂ ചെയ്ത് ഒരു കാര്യം നടക്കുമ്പോൾ അടുത്ത കാര്യത്തിനായിട്ട് കണ്ടിന്യൂ ചെയ്ത് പലരുടെയും നല്ല നല്ല കമന്റ്സ്, അത് കമന്റ്സ് കേൾക്കുമ്പോഴും വാട്സപ്പിൽ വരുന്ന മെസ്സേജ് കാണുമ്പോഴും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചാലേ ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് കമന്റ് ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച് സിസ്റ്റേഴ്സ്. വരാഹി അമ്മനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്താലും അത് ആശ്ചര്യമെന്നോണം പെട്ടെന്ന് തന്നെ കാര്യം നടന്നു കിട്ടുന്നു. എല്ലാം വരാഹി അമ്മനോടെ കൃപയാലെ നടക്കുന്നത്. സോ ഈ വകയിൽ പറയുമ്പോൾ നമ്മൾ ഇടുന്ന പതിവിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും. നിങ്ങളെ കൊണ്ട് ഏതെല്ലാം ചെയ്യാൻ പറ്റുന്നോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോളുക. അത് നിങ്ങൾക്ക് തീർച്ചയായും വിജയം തന്നെ കൊണ്ടുതരും. ഇപ്പൊ മുഖ്യമായ നാൾകള് മുഖ്യമായ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കമ്പൽസറി ആയിട്ട് നിങ്ങളോട് പറയാറുണ്ട്, അറിയാലോ. കൃത്യമായിട്ട് നിങ്ങൾ അത് ചെയ്യണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നേട്ടം തന്നെ ഉണ്ടാവത്തുള്ളൂ. നമുക്ക് മുഖ്യമായ നാൾകളായ പഞ്ചമി, പൗർണമി, അമാവാസ്യ, കൃതികൈ, ഷഷ്ടി, അഷ്ടമി ഇങ്ങനെയൊക്കെ വരുന്ന നാളുകളില് നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്താലും അത് ഒത്തിരി വലുതായിട്ട് വർക്കൗട്ട് ആവും. അത് വേല ചെയ്യാൻ തുടങ്ങും. സോ ചെറിയ വിഷയങ്ങളായാലും നിങ്ങൾ വിടാതെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ അത് ഒരു വഴിത്തിരിവാകും. ശരിയാ? ഇപ്പോ ഇന്നത്തെ ഈ വഴിപാട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പൊരുൾ അത്യാവശ്യമാണ്. അത് എന്താച്ചാല് ലെമൺ, ചെറുനാരങ്ങയാണ് വേണ്ടത്. തമിഴില് എലുമ്പിച്ച പഴം എന്ന് പറയും. ഒരേ ഒരു ഈ രാജക്കനി നമുക്ക് ഇരുന്നാ പോതും. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ ഒരു ലെമൺ രാജക്കനി വാങ്ങി കയ്യിൽ വെച്ചുകൊങ്ക. എന്നിട്ട് തന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഏത് വിഷയം മനസ്സിൽ കരുതി വേണമെങ്കിലും ചെയ്യാം. ഒരേ ഒരു ചെറുനാരങ്ങ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഈ ലെമൺ എടുത്ത് നിങ്ങളുടെ വലത് കൈയില് ഉള്ളം കൈയിൽ വെച്ചിട്ട് എന്ത് വിഷയം നിങ്ങൾക്ക് നടക്കണോ, ഇപ്പൊ വന്നിട്ട് ഞാൻ ഇന്നൊരു ഇന്റർവ്യൂവിന് പോവുകയാണ്, എനിക്ക് വന്നിട്ട് അത് അനുകൂലമായിട്ട് കിട്ടണം,
ഞാൻ അതിൽ ജയിക്കണം, അങ്ങനെ കരുതിയാലും ശരി. ഇല്ല, നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത ക്യാഷ് തിരിച്ചു ചോദിക്കാൻ പോകുന്നു, ആ പണം വന്നിട്ട് ഞാൻ ചോദിച്ച ഉടനെ തന്നെ അവര് തിരിച്ചു തരണം. ഡേറ്റ് മാറ്റി വേറൊരു ഡേറ്റിന് തരാം അങ്ങനെയൊന്നും പറയാതെ ശരി ഇപ്പൊ തന്നെ തരാം എന്ന് പറഞ്ഞ് തരണം, അങ്ങനെ നിങ്ങൾക്ക് കരുതാം. അതല്ല, ഒത്തിരി നാളായിട്ട് കല്യാണം നടക്കുന്നേ ഇല്ല, പലതര കാരണങ്ങളായിട്ട് അത് മുടങ്ങി പോകുന്നു, അങ്ങനെയുള്ളവർക്ക് പൊണ്ണ് കാണാനും പയ്യനെ കാണാനും ഒക്കെ പോകുന്ന ടൈമിന് ആ കാര്യം മനസ്സ് നിറഞ്ഞ് സന്തോഷമായിട്ട് നടക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ വെളിയിലോട്ട് പോകുമ്പോൾ, അതായത് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ വെളിയിൽ ഏത് കാര്യം നടക്കാൻ പോകുന്നുവോ ഒരു ലെമൺ എടുത്ത് കയ്യിൽ വെച്ച് നിങ്ങളുടെ ആവശ്യം മനസ്സാലെ വരാഹിയമ്മനോട് പ്രാർത്ഥിച്ച ശേഷം അമ്മനക്ക് മുന്നേ നന്നായിട്ട് വേണ്ടിക്കോങ്ക. എന്നതിന് ശേഷം വരാഹിയമ്മനോട് ഈ കാര്യസിദ്ധിക്കുണ്ടാകുന്ന ഒരു വാക്യത്തെ പറ്റി ഞാൻ പറഞ്ഞുല്ലോ ഫസ്റ്റിലെ, ആ വാക്യം ആ വേർഡ് നിങ്ങൾ 5 നിമിഷം ഈ രാജക്കനി കയ്യിൽ വച്ചിട്ട് നിങ്ങൾ ചൊല്ലിക്കോളുക. അതാണ് വിശേഷം. ഈ കനിയെ കയ്യിൽ വെച്ചിട്ട്, ഈ ലെമൺ അതായത് രാജക്കനിയെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഈ വാർത്ത ചൊല്ലുമ്പോൾ എന്ത് നടക്കുമെന്ന് വെച്ചാല് പവർ എല്ലാം ഈ കനിയിൽ ഇറങ്ങും. ആ കനി വന്നിട്ട് നമുക്ക് ഒരു കാര്യസിദ്ധി കൊടുക്കக்கூடிய ഒരു കനിയായി മാറിടും. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതാണ് ആ വാക്യം, നന്നായിട്ട് കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ധീരവാ കുഡ്ഘ വരഹസ്തിര. വീണ്ടും പറയാം, ധീരവാ കുഡ്ഘ വരഹസ്തിര. ധീരവാ കുഡ്ഘ വരഹസ്തിര. ഇത് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്യം. 5 നിമിഷം നിങ്ങൾ ഈ വാക്യം ചൊല്ലിക്കോളുക. ധീരവാ കുഡ്ഘ വരഹസ്തിര. ആദ്യം നിങ്ങൾ നോക്കി തന്നെ വായിച്ചോളുക. കാരണം എന്ന് വെച്ചാൽ ചൊല്ലി ചൊല്ലി വരുമ്പോഴേ അത് യൂസ്ഡ് ആവുകയുള്ളൂ. പെട്ടെന്ന് ഇത്രയും കടുത്ത വാക്ക് നമുക്ക് കാണാതെ പഠിക്കാൻ ഒക്കത്തില്ല. ശരിയാ, കുറച്ച് കഷ്ടമായിട്ട് ഇരിക്കും, ഇതെന്താ ഒരു പുതുതായിരിക്കുന്നുണ്ടല്ലോ എന്ന് ഒന്നും വിചാരിക്കേണ്ട. ഫസ്റ്റിൽ നിങ്ങൾ നോക്കി വായിച്ചോളുക, അത് കഴിഞ്ഞിട്ട് പഴകിക്കോളും. ശരിയാ. ഈ വാക്യത്തിന് വന്നിട്ട് നിങ്ങൾ മനസ്സാലെ വേണ്ടിയിട്ട് ഒരു 5 നിമിഷം നിങ്ങൾ ചൊല്ലിയിട്ട് ഈ കനിയെ നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗുള്ളിലോ പേഴ്സിനുള്ളിലോ നിങ്ങൾ എന്താ കൊണ്ടുപോകുന്ന അതിൽക്കുള്ളിൽ വെച്ച് കൊണ്ടുപോവുക. മറക്കരുത്, നിങ്ങൾ കയ്യോടെ എടുത്തോണ്ട് പോകണം. ഇത് ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് പോകരുത്, കൂടെ കൊണ്ടുപോകണം. അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതിനെല്ലാത്തിനും ചേർത്ത് ഈ ഒരേ ഒരു രാജക്കനി പോതും, ഒരേ ഒരു ലെമൺ മതി. ശരിയാ. എത്ര വിഷയമുണ്ട് അതിന്, 100 വിഷയമായാലും ശരി, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് അത് നടക്കും. നിങ്ങൾ ഡെയിലിയും പുതുതായിട്ട്, അതായത് ഈ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിറയെ ആപ്ലിക്കേഷൻസ് വരണമെന്നൊക്കെ നിറയെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ദാറ്റ് മീൻസ് എനിക്ക് നിറയെ പേര് മെസ്സേജ് ചെയ്യുമ്പോൾ പറയാറുണ്ട് ടാർഗറ്റ് ഉണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവര് ഡെയിലി നിങ്ങൾ ഇത് ഫോളോ ചെയ്തോളുക. ഓരോ ദിവസം നിങ്ങൾ ഓരോ ലെമൺ എടുത്തോളുക. നല്ല ഇത് വേല ചെയ്യും. അതായത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ആവും. അന്നത്തെ നാള് ഫുള്ളാ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിരിക്കും. നിങ്ങൾ ഏത് വിഷയത്തിൽ പോയി കൈവച്ചാലും നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെ അത് നടന്നു കിട്ടും. സോ കനിയെ വന്നിട്ട് നിങ്ങൾ ബാഗിൽ വെച്ചിട്ട് പൊയ്ക്കോളുക. അന്നത്തെ ദിവസം തീർന്നതും നിങ്ങൾ ചോദിച്ച വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നെങ്കിൽ, അല്ല നിങ്ങൾ ചോദിച്ച വിഷയം നടന്നില്ല, ഇതിൽ ഏത് നടന്നാലും വീട്ടിൽ വന്ന ഉടനെ തന്നെ ഈ നാരങ്ങയെ നിങ്ങൾ 2ആയിട്ട് കട്ട് ചെയ്ത് വലിച്ചെറിഞ്ഞോളുക. ശരിയാ. അത് റോഡിലൊന്നും വലിച്ചെറിയരുത്, ആരെങ്കിലും കാൽപ്പെടാതെ ഇടത്തിലോട്ട് നിങ്ങൾ അത് വലിച്ചെറിഞ്ഞോളുക. ഓക്കെ. അത് 2ആയിട്ട് കട്ട് ചെയ്യുകയോ ഇല്ല 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കുങ്കുമം അതിന്റെ മേലെ തടവിയിട്ട് വേണം വലിച്ചെറിയാനായിട്ട്. അന്നന്ന് നൈറ്റ് വന്നിട്ടായാലും ശരി നിങ്ങളിത് ചെയ്തിട്ടേ ഉറങ്ങാവൂ. ഇതിപ്പം നിങ്ങളുടെ കാര്യം കുറച്ച് വലിയ കാര്യമാണെങ്കിൽ അന്ന് നടക്കണമെന്നില്ല, എങ്കിലും നിങ്ങൾ വന്നിട്ട് കട്ട് ചെയ്ത് കുറച്ച് കുങ്കുമം തടവി വീശിക്കളയുക. നെക്സ്റ്റ് ഡേ നിങ്ങൾ പുതിയൊരു നാരങ്ങ എടുത്തോളുക, ചെയ്തോളുക. നിങ്ങൾക്ക് ആവശ്യം എന്നാൽ ഇത് നിങ്ങൾ ഒരു റുട്ടീനായിട്ട് റെഗുലർലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്, ഒന്നും പ്രശ്നമില്ല. അതല്ല എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ചെയ്താൽ മതി, അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിന് മാത്രം യൂസ് ചെയ്തോളുക. നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് എന്താണ് ശരി അത് ചെയ്തോളുക. മറക്കരുത്, ചെയ്തതിന് ശേഷം നിങ്ങൾ വീട്ടിൽ വന്ന് രാത്രിക്ക് മുന്നേ, ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളത് കട്ട് ചെയ്ത് കുങ്കുമം തടവി കളഞ്ഞോളുക. ഇത്രയേ ഉള്ളൂ. ഒത്തിരി ഈസി ആയിട്ടുള്ള ഒരു മുറ, യാതൊരു തരത്തിലുള്ള റൂൾസും ഇല്ല. നിങ്ങൾ പീരീഡ്സ് ആയിരുന്നാലും ചെയ്യാം, നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടായാലും ചെയ്യാം, ഏത് നേരത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. കുളിക്കാതെ കൂടെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ശരിയാ. ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഏത് പതിവിൽ ഞാനിത് പറഞ്ഞാലും വീണ്ടും എനിക്ക് കമന്റിൽ ചോദിക്കാറുണ്ട്, ഇല്ലെങ്കിൽ മെസ്സേജിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്.
ഇതൊക്കെ ഒത്തിരി സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, പക്ഷേ കൈ കൊടുക്കും. നമുക്ക് വിത്തിൻ മിനിറ്റ്സിലും കൈ കൊടുത്തവരുണ്ട്. ഈ കാര്യം ഇത് ഫോളോ ചെയ്ത് വന്ന് ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന രീതിക്ക് കാര്യങ്ങൾ നടന്നു കിട്ടിയ ഒത്തിരി പേരുണ്ട്. വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്താൽ ഈസി ആയിട്ട് അത് വർക്കൗട്ട് ആവുകയും ചെയ്യും. യാതൊരു തരത്തിലുള്ള കഷ്ടവും വരുന്നില്ല. ശരിയാ? സോ ഇങ്ങനെ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കിക്കൊള്ളുക. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ വന്നിട്ട് എക്സാം ഹാളിലേക്ക് പോകുന്നു, അവർക്കൊരു ഭയം ഇല്ലാതെ, അവർക്കൊരു പതട്ടം ഇല്ലാതെ കാര്യങ്ങൾ നടന്ന് അവരെല്ലാം മനസ്സിൽ എന്തൊക്കെ പഠിച്ചോ അതെല്ലാം അതുപോലെ പേപ്പറിൽ എഴുതാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങളിത് ചെയ്തതിന് ശേഷം ഇപ്പം ഭയമുള്ള കുട്ടികളൊക്കെ നിറയെ പേരുണ്ടല്ലോ, നിങ്ങൾ എന്നിട്ട് കുട്ടിയുടെ ബാഗിനകത്ത് വെച്ച് കൊടുത്തു വിടുക. മാത്രമല്ല, കൊടുത്തിട്ട് കുട്ടിയോട് പറയുക 5 നിമിഷം ഈ വാക്യം ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് ബാഗിനകത്ത് വെച്ചു കൊടുക്കുക. കൃത്യമായിട്ടും തീർച്ചയായിട്ടും 100% ജയത്തോടു കൂടി തന്നെ കുട്ടി തിരിച്ചു വന്നിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞ് വന്ന ഉടനെ തന്നെ നിങ്ങൾ അതിൻ്റെ നിന്ന് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് 4ആയിട്ടോ 2ആയിട്ടോ കട്ട് ചെയ്ത് കുങ്കുമം തടവി വീശി എറിഞ്ഞോളുക. സോ ഇത് നിറയെ വിഷയത്തിന് യൂസ് ആവും. നിങ്ങൾ ചെറിയ കാര്യം എന്ന് കരുതി ചെയ്യാതിരിക്കരുത്. 100% നിങ്ങൾക്ക് ഇതൊക്കെ കൈ കൊടുക്കും. ഇപ്പോൾ ഓരോരുത്തർ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി നല്ല ട്രീറ്റ്മെന്റ് നന്നായിട്ട് സക്സസ് ആവണമെന്ന് വിചാരിച്ചുകൂടെ നിങ്ങൾക്ക് ഇത് ചെയ്തുകൊണ്ട് പോവാവുന്നതാണ്. പല വകയിൽ പല വിഷയങ്ങൾക്ക് അങ്ങനെ അസാൾട്ടായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ഒരു വഴിപാട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളുക. നിങ്ങൾക്കിത് 100% കൈ കൊടുക്കും. ഒരുപാട് സിസ്റ്റേഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഞാൻ ചുമ്മാ അത് ചെയ്ത് നോക്കി, ബട്ട് എനിക്കത് 100% നടന്നു, പോസിറ്റീവായിട്ട് നടന്നു, വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. സോ നിങ്ങളിത് ഒരു കാരണവശാലും മിസ് ചെയ്യാതെ ചെയ്തോളുക. നമ്മുടെ വരാഹി അമ്മനോട് പവർ എന്താണ് അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ വിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളുക. ഇനി ഈ വഴിപാട് ചെയ്യാൻ ഏത് സമയത്ത് ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടാവാം. രാവിലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, വെളിയിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, മധ്യാഹ്നം ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാം, അതും അല്ലെങ്കിൽ രാത്രിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴെല്ലാം നിങ്ങൾ വെളിയിൽ പോകുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഇത് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. ഓരോ തവണയ്ക്കും ഓരോ കനിയുടെ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ രാവിലെ പോകുമ്പോൾ എടുത്ത അതേ കനി വെച്ചിട്ട് തന്നെ നിങ്ങൾ ആഫ്റ്റർനൂണും ചെയ്യാം, രാത്രിയും ചെയ്യാം. എപ്പോഴെല്ലാം പുറത്ത് പോകുന്നു അപ്പോഴെല്ലാം ആ കനി തന്നെ എടുത്ത് വെച്ച് പ്രേ ചെയ്ത് ഈ വാർത്തയും ചൊല്ലി നിങ്ങൾക്ക് പോകാവുന്നതാണ്. സോ ഒത്തിരി പവർഫുൾ ആയത് എല്ലാവരും ചെയ്ത് നോക്കിക്കൊള്ളുക. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.